കോഴിക്കോട് വിലങ്ങാട്ടെ ഉരുൾപൊട്ടൽ മേഖലയിൽ വിദഗ്ധ സംഘത്തിന്റെ പരിശോധന തുടരുന്നു. ഉരുൾപൊട്ടലുണ്ടായ അടിച്ചിപ്പാറ, മഞ്ഞച്ചീളി, പാനൂർ മേഖലകളിൽ ഒരാഴ്ചയോളം സംഘം സന്ദർശനം നടത്തും. വിവരങ്ങളുമായി വിലങ്ങാട് നിന്ന് മിഥില ബാലനാണ് ചേരുന്നത്. മിഥില, ഈ മേഖലകളിൽ ഇപ്പോൾ വിദഗ്ധ സംഘത്തിന്റെ സന്ദർശനം തുടരുകയാണ്. മറ്റ് ചില പ്രതിഭാസങ്ങളും കോഴിക്കോടടക്കമുള്ള ജില്ലകളിൽ ഉണ്ടായിരുന്നുവല്ലോ. ഇതടക്കമുള്ള കാര്യങ്ങളാണോ ഇവർ പഠനവിധേയമാക്കുന്നത്? ക്രിസ്റ്റിന, തീർച്ചയായും ഈ വിലങ്ങാട് ഇവർ പഠന വിഷയമാക്കുന്നത് ഈ ഒരു പ്രദേശത്ത് വാസയോഗ്യമാണോ? പ്രത്യേകിച്ച് 2019 ഇവിടെ ഉരുൾപൊട്ടലുണ്ടായിട്ടുണ്ടായിരുന്നു വിലങ്ങാട്. അന്ന് 4 പേർക്കാണ് ജീവൻ നഷ്ടമായത്. ആ ഒരു സാഹചര്യത്തിൽ അടിക്കടി ഇങ്ങനെ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ ഇവിടെ ഇനി ആളുകൾക്ക് താമസിക്കാൻ യോഗ്യമാണോ? മറ്റൊന്ന്, ഈ ഒരു പ്രദേശത്ത് എത്രത്തോളം നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഇക്കാര്യങ്ങളെല്ലാമാണ് ഈ ഒരു വിദഗ്ധ സംഘം പഠനം നടത്തുന്നത്. അവരുടെ ഒരു പഠനം 10 ദിവസത്തോളം ഈ മേഖലകളിൽ തുടരും. അതിനുശേഷം ഈ ഒരു 20-ാം തീയതി ഓഗസ്റ്റ് 20-നകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് കലക്ടർ പറഞ്ഞത്. ഞാനിപ്പോൾ ഉള്ളത് ഈ വിലങ്ങാടാണ്. വിലങ്ങാട് 14ഓളം വീടുകൾ പൂർണ്ണമായും ഒഴുകിപ്പോയിട്ടുണ്ട്. അത്തരത്തിൽ ഒരു വീട് എൻ്റെ കൂടെയുള്ള ഈ ഒരു സോണി ചേട്ടൻ്റെയാണ്. ചേട്ടാ, അന്നത്തെ ഒരു എന്തായിരുന്നു അന്നത്തെ ഒരു അവസ്ഥ? അന്നത്തെ അവസ്ഥ ഇതുവരെ ഞെട്ടലോടെ നമ്മൾ വിട്ടുമാറിയിട്ടില്ല. ഭയാനകമായൊരു ഇത് തന്നെയായിരുന്നു. അതായത് താഴ്ഭാഗത്തൊക്കെ ഉള്ളവർ നമ്മളോട് വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ ഉരുൾ പൊട്ടിയിട്ടുണ്ട്, മേളിൽ ഉരുൾ പൊട്ടിയിട്ടുണ്ട് വിവരം അറിഞ്ഞപ്പോൾ നമ്മൾ ഇറങ്ങി ഓടുകയായത്. ഇറങ്ങി ഓടി ഒരു 100 മീറ്റർ എത്തിയപ്പോഴത്തേക്ക് നമ്മുടെ വീടെല്ലാം തൂത്തെറിഞ്ഞ് ഉരുൾ വരുന്നു. അവിടെ താഴെ ഒരു വീട്ടിലേക്ക് ഓടി കയറുകയായത്. അപ്പോൾ ഇത് കണ്ടില്ല, ഇതാണ് സ്ഥിതി, വീടിൻ്റെ അവസ്ഥ. ഈ ഭാഗത്താണ് വീട് ഇരുന്നത്. ഇവിടെ ഇവിടുന്ന് ആ ഭാഗത്തു നിന്നുള്ള മലവെള്ളപ്പാച്ചിൽ വന്നിട്ട് വീടിൻ്റെ അവശിഷ്ടങ്ങൾ അതാണ് കിടക്കുന്നത്. അടുത്ത പറമ്പത്ത് കുറച്ച് ഭാഗങ്ങൾ, അത് മാത്രമേ ഉള്ളൂ. ആ വാർപ്പ് വീടിൻ്റെ ഏതൊരു വാർപ്പിൻ്റെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ല. വീട്ടിലുണ്ടായിരുന്ന കംപ്ലീറ്റ് സാധനങ്ങളും പോയി. നമ്മുടെ അധ്വാനം 10 കൊല്ലത്തെ ഫുൾ അധ്വാനത്തിൻ്റെ എല്ലാം പോയി. നമ്മൾ വീട്ടിൽ സൂക്ഷിച്ചിരുന്ന എല്ലാ സാധനങ്ങളും പോയി. പൈസയും സ്വർണ്ണം അടക്കം എല്ലാ സാധനങ്ങളും പോയി. 14 വീടുകളല്ലേ ഇവിടെ പൂർണ്ണമായി? ഈ ഭാഗം, ഈ മേളിൽ നിന്നുള്ള ഭാഗങ്ങളിലുള്ള കംപ്ലീറ്റും. കൃഷിയോ? കൃഷി ഇത് വന്ന ഭാഗത്തുള്ള കംപ്ലീറ്റ് കൃഷിയും പോയി. ഈ ഭാഗമെല്ലാം കൃഷിയായിട്ട് ഉപജീവന മാർഗം ആയിട്ട് ആൾക്കാർ ജീവിച്ചിരുന്ന. ഇനിയിപ്പോൾ എല്ലാവരുടെയും കാര്യം വളരെ കഷ്ടസ്ഥിതി തന്നെയാണ്. ബാങ്ക് ലോണും ഒക്കെ എടുത്തിട്ടാണ് ഓരോരുത്തർ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നത്. എന്നെ സംബന്ധിച്ചോളം എനിക്ക് മലക്കരി പന്നി ഫാമുണ്ട്. അതും പൂർണ്ണമായിട്ട് ബാങ്ക് ലോണിൽ ഞാൻ എടുത്ത് ഇപ്പം നടത്തിക്കൊണ്ട് വന്നിട്ട് ഇതായി വന്നതേ ഉള്ളൂ. ഇനിയിപ്പം നമ്മുടെ കാര്യത്തിൽ തന്നെ അത് പൂർണ്ണമായിട്ട് നശിച്ചു. ലോണ് മാത്രം ബാക്കി നിൽക്കുന്നു. നമ്മൾ അധ്വാനിച്ചത് മൊത്തം പോയി. നമ്മളെടുത്ത സാമ്പത്തിക ബാധ്യത മാത്രം നമ്മളെ ഇങ്ങനെ മുന്നിൽ ഒരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്നു. ഇനി എന്തെന്നുള്ള ഒരു അവസ്ഥ. വിലങ്ങാട് നിന്ന് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരുന്നത് മിഥില ബാലനാണ്.